ഹാവിൻ്റെ 3 യൂസേജുകൾ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതെല്ലാമാണത്? ഉണ്ട് എന്ന് പറയാൻ, ഉണ്ടോ എന്ന് ചോദിക്കാൻ, ഇല്ലേ എന്ന് ചോദിക്കാൻ. ഇത് 3 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെ നമുക്ക് ഇല്ല എന്ന് പറയാം എന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡോൺ ഹാവ് എന്നാണ്. ഡോൺ ഹാവ് അല്ലെങ്കിൽ ഡസിൻ ഹാവ്. ഐ, യു, ദേ, വി. ഇവിടെയാണ് നമ്മൾ ഡോൺ ഹാവ് യൂസ് ചെയ്യുന്നത്. ഐ ഡോൺ ഹാവ്, എൻ്റെ അടുത്തില്ല, എനിക്കില്ല. യു ഡോൺ ഹാവ്, നിൻ്റെ അടുത്തില്ല. ദേ ഡോൺ ഹാവ്, അവർക്കില്ല. വി ഡോൺ ഹാവ്, നമുക്കില്ല, ഞങ്ങൾക്കില്ല. ഓക്കെ. ഹീ ഡസിൻ ഹാവ്, അവൻ്റെ അടുത്തില്ല. ഷീ ഡസിൻ ഹാവ്, അവളടുത്തില്ല, അവൾക്കില്ല. ഓക്കെ. ഇനി എക്സാമ്പിൾ നോക്കാം. ഐ ഡോൺ ഹാവ് എ കാർ, എൻ്റെ അടുത്തൊരു കാറില്ല, എനിക്കൊരു കാറില്ല. ഐ ഡോൺ ഹാവ് സിബിലിങ്സ്, നിങ്ങളോട് ആരെങ്കിലും സഹോദരന്മാരെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഐ ഡോൺ ഹാവ് സിബിലിങ്സ്, എനിക്ക് സഹോദരങ്ങളില്ല. ദേ ഡോൺ ഹാവ് ഇനഫ് ഫെസിലിറ്റീസ്, അവർക്ക് മതിയായ സൗകര്യങ്ങളില്ല, അവർക്ക് വേണ്ടത്ര സൗകര്യങ്ങളില്ല. വി ഡോൺ ഹാവ് എനി കംപ്ലയിൻറ്റ്സ്, ഞങ്ങൾക്കൊരു പരാതിയുമില്ല. ഇനി ഡസൻ ഹാവ് ആണ് നോക്കാൻ പോകുന്നത്. ഷീ ഡസൻ ഹാവ് എ ഡ്രൈവേഴ്സ് ലൈസൻസ്, അവളടുത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല. ഹീ ഡസൻ ഹാവ് കോൺഫിഡൻസ് ടു സ്പീക്ക് ഇംഗ്ലീഷ്, അദ്ദേഹത്തിന് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ആത്മവിശ്വാസമില്ല. അപ്പോൾ ഈ അവസാനം പറഞ്ഞ പോയിൻ്റ് ഉണ്ടല്ലോ, ഹീ ഡസൻ ഹാവ് എ കോൺഫിഡൻസ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. നമ്മൾ പലർക്കുമുള്ള പ്രശ്നമാണ്. ഇംഗ്ലീഷ് പറയാൻ പറ്റുന്നില്ല, ഇംഗ്ലീഷ് എഴുതാൻ പറ്റുന്നുണ്ട് പക്ഷെ പറയാൻ പറ്റുന്നില്ല, ഒരു കോൺഫിഡൻസ് ഇല്ല എന്നുള്ള പ്രശ്നം നമുക്കുണ്ടെങ്കിൽ അതിന് പരിഹാരമായി ഇവിടെ നമ്മളൊരു പ്ലാറ്റ്ഫോം ഒരുക്കുന്നുണ്ട്. അതിൽ ഇംഗ്ലീഷ് നമ്മൾ സംസാരിച്ച് പരസ്പരം സംഭാഷണം നടത്തി, ചർച്ചകൾ നടത്തി, മെസ്സേജുകൾ ചെയ്ത്, ഫോൺ കോളുകൾ ചെയ്ത് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാനുള്ള ഒരു കോഴ്സ് നമ്മൾ നടത്തുന്നുണ്ട്.